കേരളത്തിൽ വീണ്ടും റാഗിങ്ങിൻ്റെ ക്രൂരകഥകൾ വിളിച്ചെത്തുന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് അതിക്രൂരമായ റാഗിങ്ങിനെ കുറിച്ചുള്ള പരാതികൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ കഴിഞ്ഞ കാലത്തായിട്ട് ധാരാളം കേസുകൾ ഇതുപോലെ വരുന്നുണ്ട്. റാഗിന് വിധേയനായ കുട്ടി മരിച്ചതു മുതൽ ധാരാളം കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? കേരളത്തിൽ റാഗിങ്ങിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. ഈ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് കോളേജ് ക്യാമ്പസുകളിൽ റാഗിങ് എന്ന ക്രൂരവിനോദം ഇപ്പോഴും നടമാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 1998 തന്നെ ആൻറ്റി റാഗിങ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 2009 UGC റെഗുലേഷനിൽ കൃത്യമായി തന്നെ റാഗിങ്ങിനെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട്. 2001 സുപ്രീം കോടതി തന്നെ റാഗിങ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മൃഗീയമായ റാഗിങ് നടക്കുന്നത്? നമുക്കറിയാം, എല്ലാ കോളേജുകളിലും ആൻറ്റി റാഗിങ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കണം. മാസം തോറും ഈ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യണം, പ്രിൻസിപ്പളിന് റിപ്പോർട്ട് ചെയ്യണം. പ്രിൻസിപ്പൽ ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യണം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഈ റിപ്പോർട്ട് ചാൻസലർക്ക് കൈമാറണം. ഇത്തരത്തിൽ വളരെ ശക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. എന്താണ് ഒരു ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ ഘടന? ആ കമ്മിറ്റിയിൽ കോളേജിലെ ഉത്തരവാദപ്പെട്ട അധ്യാപകർ, അതുപോലെ ജനപ്രതിനിധികൾ, പൊതു സേവകരായിട്ടുള്ള ആളുകൾ എല്ലാവരും ചേർന്നാണ് ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ടത്. ഈ കമ്മിറ്റി കൃത്യമായിട്ട് റാഗിങ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയും റാഗിങ് നടക്കുന്നതായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പോലീസിനെ അറിയിക്കുകയും വേണം. 48 മണിക്കൂറിനകത്ത് അത് പോലീസിൽ എത്തണം. പോലീസ് ഇക്കാര്യം അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. റാഗിങ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 2 വർഷം വരെ തടവോ 2,50,000 രൂപ വരെ പിഴയോ ഈടാക്കാനുള്ള വകുപ്പുകളുമുണ്ട്. പക്ഷെ നിലവിൽ ഇതൊന്നും തന്നെ റാഗിങ്ങിനെ ചെറുക്കുന്നില്ല, റാഗിങ് ഇല്ലാതാവുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടത് ഈ നമ്മുടെ ഇതിന് ഉത്തരവാദപ്പെട്ടിട്ടുള്ള കോളേജ് അധികാരികളുടെ അനാസ്ഥയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, വെറ്റിനറി കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ റാഗിങ് ധാരാളം ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടും ആ ഹോസ്റ്റൽ വാർഡനോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോ ആരും തന്നെ ഇത് കാണുകയോ അല്ലെങ്കിൽ ഇത് അറിയുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പോൾ റാഗിങ് നടന്നിട്ടുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലും ഇതുപോലൊരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ മുമ്പ് ഇത്രയും കാലമായിട്ടും ഈ പരാതി എത്തിയിട്ടില്ല. ആ പരാതി എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊന്നും അറിഞ്ഞില്ല എന്നാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പക്ഷേ ഈ ഇത്തരം കമ്മിറ്റികൾക്ക് മുന്നിൽ പരാതി വരുന്നതിന് മുമ്പേ തന്നെ അവർക്ക് നേരിട്ട് ഇത് അന്വേഷിക്കുവാനും ഓരോ വിദ്യാർത്ഥിയും ജൂനിയർ വിദ്യാർത്ഥിയും വിളിച്ചു വരുത്തി ഇത്തരം സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള ബാധ്യത ഈ കമ്മിറ്റികൾക്കില്ലേ? അതുപോലെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്കില്ലേ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള അധികാരികൾക്കും പ്രിൻസിപ്പാൾമാർക്കുമെതിരെ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകളും ഈ നിയമത്തിലുണ്ട്. പക്ഷേ ഇത്രയധികം റാഗിങ്ങുകൾ നടന്നിട്ടും ഇത്രയധികം ക്രൂരമായ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും എത്ര കോളേജ് അധികാരികളുടെ പേരിൽ ഇവിടെ നടപടി ഉണ്ടായിട്ടുണ്ട്? എത്ര വാർഡന്മാർ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട്? എത്ര പ്രിൻസിപ്പൽമാരെ പുറത്താക്കിയിട്ടുണ്ട്? ഒരു സംഭവത്തിൽ ഇന്നുവരെയായിട്ടും ഒരു കോളേജ് അധികാരിയുടെ നേരെയും നടപടികൾ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ പത്രവാർത്തകൾക്ക് ശേഷം ഈ കേസുകൾ മിക്കവാറും തേഞ്ഞു മാഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ ആകെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരു റാഗിങ് കേസാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. മറ്റൊരു കേസുകളിലും തന്നെ ശിക്ഷ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ നിയമങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് അക്രമ പ്രവണതകൾ വർദ്ധിക്കുന്നത്.
നിയമം എവിടെ നോക്കുകുത്തിയായി നിൽക്കുന്നുവോ അവിടെ അക്രമാരികളും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യലുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും മുമ്പ് കാലത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആരും തന്നെ, അത് ഏത് വിദ്യാർത്ഥി സംഘടനയായാലും അവരാരും തന്നെ ഇത്തരത്തിലുള്ള ഈ റാഗിങ് തുടങ്ങിയ നടപടികളിലേക്ക് നേരിട്ട് പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അവർ ഇത്തരം കാര്യങ്ങൾക്ക് എതിരായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും പറയുന്നത് ഈ റാഗിങ്ങിനും വിദ്യാർത്ഥി സംഘടനകൾ എതിരാണെന്നാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് ക്യാമ്പസുകൾ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹിത്വത്തിലിരിക്കുന്നവർ തന്നെയാണ് ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ആൻറ്റി സോഷ്യലായിട്ടുള്ള ആളുകളെയാണോ അവർ നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ വിദ്യാർത്ഥി സംഘടനകൾ അന്വേഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന കോളേജ് അധികാരികൾക്ക് എതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തികച്ചും ഖേദകരമാണ്. ആൻറ്റി റാഗിങ് കമ്മിറ്റികളുണ്ട്. നമുക്കറിയാം, റാഗിങ് ആരംഭിക്കുന്നത് 1ാം വർഷ വിദ്യാർത്ഥികൾ കോളേജിലെത്തുന്ന കാലത്താണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അക്കാഡമിക് കലണ്ടറിൽ 1ാം വർഷ വിദ്യാർത്ഥികൾ വരുമ്പോഴാണ് ക്യാമ്പസുകളിൽ റാഗിങ് ആരംഭിക്കുന്നത്. ആ സമയങ്ങളിലെങ്കിലും, ആ ഒരു 3-4 മാസമെങ്കിലും ആൻറ്റി റാഗിങ് കമ്മിറ്റികൾ സജീവമായി ക്യാമ്പസിൽ ഉണ്ടാവുകയും അവർ ഇത്തരത്തിൽ ഹോസ്റ്റലുകളിലും അതുപോലെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന ഈ റാഗിങ് പ്രവർത്തനങ്ങൾ നേരിട്ട് പരിശോധിക്കുകയും ഓരോ ജൂനിയർ വിദ്യാർത്ഥിയോടും അവരുടെ പരാതികളുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അന്വേഷിക്കുകയും. നമുക്കറിയാം, ഇപ്പോൾ റാഗിങ്ങിനിരയാവുന്ന ജൂനിയർ വിദ്യാർത്ഥികൾക്ക് അത് പുറത്തു പറയാൻ ഭയമായിരിക്കും. കാരണം അവർക്ക് അതിൽ കൂടുതൽ പീഡനങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനാൽ അവർ വളരെയധികം ഭയപ്പെട്ടാണ് ജീവിക്കുക. അപ്പോൾ അവരിൽ നേരിട്ട് കണ്ട് ഈ വസ്തുതകൾ മനസ്സിലാക്കാനും റാഗിങ് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതല പൂർണ്ണമായിട്ടും എല്ലാ പ്രൊഫഷണൽ കോളേജുകളിലെയും ആൻറ്റി റാഗിങ് കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ വാർഡന്മാർക്കും അതുപോലെ അതിൻ്റെ സ്ഥാപന മേധാവികളായി UGC ശമ്പളം മേടിച്ചിരിക്കുന്ന പ്രൊഫസർമാർക്കും ഈ പ്രിൻസിപ്പൾമാരും പ്രൊഫസർമാരുമായിട്ടിരിക്കുന്ന അവർക്കുമാണ് ഈ ഇത്തരത്തിൽ റാഗിങ് നടക്കുന്നതിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഉള്ളത്. ഇവരാരും തന്നെ, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിലൊന്നും തന്നെ ഈ പറയുന്ന സ്ഥാപന മേധാവികൾ ഞങ്ങളറിയില്ല. പിന്നെ എന്താണ് ഈ സ്ഥാപന മേധാവികൾ അവിടെ ചെയ്യുന്നത്? ഈ തരത്തിൽ റാഗിങ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ റാഗിങ് നടത്തിയ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രിൻസിപ്പാൾമാരും അതുപോലെ തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട റാഗിങ് കമ്മിറ്റി, ആൻറ്റി റാഗിങ് കമ്മിറ്റിയിലുള്ള സകല അധ്യാപകരെയും അതേസമയം പിരിച്ചുവിടണം, സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇത്തരം ക്രൂരതകൾ നടക്കുന്ന സ്ഥാപനങ്ങളിൽ കണ്ണടച്ചിരിക്കുന്ന ഈ പ്രിൻസിപ്പാൾമാരും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു അധ്യാപകരുമൊക്കെ അവർ ആ അധ്യാപകർ എന്ന പേരിന് അർഹരല്ല. ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഈ റാഗിങ് തടയാൻ ഉത്തരവാദപ്പെട്ട കോളേജ് അധ്യാപകരെയും അതുപോലെ തന്നെ പ്രിൻസിപ്പാൾമാർക്കുമെതിരെ ആദ്യം നടപടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ റാഗിങ് ആ ദിവസം ഇല്ലാതാവും. കേരളത്തിൽ വീണ്ടും പറയുന്നു, നിയമങ്ങളില്ലാത്തതല്ല, വ്യക്തമായും ശക്തമായുള്ള നിയമങ്ങൾ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്, നിയമസഭകൾ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു സർക്കാരിനും അതുപോലെ നിയമസഭയ്ക്കും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ നടപ്പാക്കുന്നത് തികച്ചും അലക്ഷ്യമായി, തികച്ചും നിരുത്തരവാദപരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഈ സ്ഥാപന അധികാരികളാണ് ഈ റാഗിങ് കേസുകളിലെ ആദ്യത്തെ കുറ്റക്കാർ. രണ്ടാമതായി, ഈ റാഗിങ്ങിനെതിരെയും അതുപോലെ ക്യാമ്പസുകളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കേണ്ട വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ മൗനം പാലിക്കുന്നതും അവരുടെ തന്നെ ഭാരവാഹികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാരണം. ഈ രണ്ട് വിഭാഗങ്ങൾ, വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ ആൻറ്റി റാഗിങ്ങിന് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പലും ഒക്കെ ഇതിൽ ആവശ്യമായ കരുതൽ എന്ന് ആരംഭിക്കുന്നുവോ അന്ന് മാത്രമേ
ഈ റാഗിംഗ് എന്ന ആ, ക്രൂരത കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.